പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് എംപിമാർക്കെതിരായ പോലീസ് നടപടി സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സഭ ഇന്നും പ്രക്ഷുബ്ധമാകും. അതുല്യുണ്ട് വിവരങ്ങളുമായി. അതുല്യ, എന്തായാലും രാജ്യതലസ്ഥാനം ആളിക്കത്തുകയാണ്. ആ പ്രതിഷേധം സഭയിലേക്ക് കൂടി എത്തുമ്പോൾ സഭയിൽ ആ ഒരു പ്രതിപക്ഷത്തിനെ കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? വിഷയം ചർച്ച ചെയ്യുമോ? കാർത്തു, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ സഭ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഏതാനും മിനിറ്റുകൾക്കപ്പുറത്തേക്ക് സഭാ നടപടികൾ പുരോഗമിക്കുമോ എന്നതിൽ വലിയ പ്രതീക്ഷയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും ഇന്ന് പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാവുക. കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധിക്കാനെത്തിയ കോൺഗ്രസിൻ്റെ പാർലമെന്ററി അംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളെയും രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ അടക്കം വലിയ രീതിയിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഉപദ്രവത്തിലേക്കാണ് പോലീസ് കടന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളടക്കം മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ആയിരിക്കും കോൺഗ്രസ് പാർലമെന്റിൽ ഇന്ന് നടത്തുക. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ എത്ര കണ്ട് പുരോഗമിക്കും എന്നുള്ളതിൽ വലിയ ഒരു പ്രതീക്ഷ വെക്കേണ്ടില്ല എന്നത് തന്നെയാണ് പറയാനുള്ളത്. നിലവിൽ എന്തായാലും ഈ സഭ നിർത്തിവെച്ച് തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യണം. അതായത് പാർലമെന്ററി അംഗങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രമം, നീറ്റിലെ പരീക്ഷാ ക്രമക്കേടിൽ CJP നടത്തി വരുന്ന പ്രതിഷേധം, ഇങ്ങനെ ഈ ബൃഹത്തായിട്ടുള്ള ഒരു വിഷയം അത് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർ അതെന്തായാലും ഈ സഭ ആരംഭിക്കുമ്പോൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടും. നിലവിൽ എന്തായാലും ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള MPമാരാണ്. ബെന്നി ബെഹനാൻ MP, അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, ഷാഫി പറമ്പിൽ തുടങ്ങിയ MPമാരാണ് ഈ ഒരു അടിയന്തര പ്രമേയം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് ഈ പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ പാർലമെന്റിന് പുറത്ത് നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ്. ഇന്നലെയും ഇത്തരത്തിൽ സഭ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞതിന് ശേഷം വളരെ അപ്രതീക്ഷിതമായാണ് പാർലമെന്റ് കോമ്പൗണ്ടിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ഇവർ എത്തിയത്. എന്നാൽ ഇന്ന് അതേ രീതിയിൽ തന്നെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് ലോക്സഭയിൽ അനുമതി നിഷേധിക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ പാർലമെന്റിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസ് പോകും എന്ന് തന്നെയാണ്. ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും ഇത് ചർച്ച വേണം എന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും രാജി. 2, സഭയിൽ വളരെ വിശദമായി തന്നെ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കേസുകളും വിദ്യാർത്ഥികൾക്കെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസിന്റെ നടപടിയും സഭയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യണം. 3-മത്തേത്, നീറ്റ് പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് ജീവനൊടുക്കിയ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നിങ്ങനെയുള്ള 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ 3 ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ സമരം ചെയ്യുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നും പാർലമെന്റിൽ ഇതേ ആവശ്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള MPമാർ ഉന്നയിക്കുക. ഇന്നലത്തെ പ്രതിഷേധത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ തന്നെ അമിത് ഷായും മാപ്പ് പറയണം, ഇരുവരും രാജിവെക്കണം എന്നെല്ലാം ഒരു രാജ്യത്തിൻ്റെ ജനതയോട് അല്ലെങ്കിൽ ആ യുവതയുടെ ഭാവിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഡിറ്റെയിൻ ചെയ്തിരുന്നു. അതായത് അറസ്റ്റ് ചെയ്ത് ഛത്രസ്ഥൽ സ്റ്റേഡിയത്തിലെ ഡിറ്റൻഷൻ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതിൽ ശക്തമായി തന്നെ ഇന്നത്തെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പ്രതിഷേധത്തിൻ്റെ ബാക്കി പത്രം, ഇന്നലത്തെ പ്രതിഷേധത്തിൽ കണ്ട അതേ ഒരു ബാക്കി പത്രമായിരിക്കും ഇന്ന് പാർലമെന്റിലും കാണാൻ കഴിയുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള MPമാർ എന്തായാലും വലിയ രീതിയിൽ തന്നെ സഭാ നടപടികൾക്കിടയിൽ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ MPമാരായ ജോൺ ബ്രിട്ടാസും K രാധാകൃഷ്ണനും അടക്കമുള്ളവരും നീറ്റ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും, ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്.
ശരി, വ്യക്തമാണ്. അതുല്യാണ് വിവരങ്ങൾ നൽകിയത്.